ഒരു നാളിൽ ഞങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഇന്ന് ഈ നാളുകളിൽ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുക്കുവാൻ, ഈ ദേശത്തു നിന്നെല്ലാം തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ആ സന്തോഷം ഈ ദേശനിവാസികളോട് അറിയിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പിശാച് മനുഷ്യരെ പല പാപങ്ങളിലും പല ശാപങ്ങളിലും അകപ്പെടുത്തി അവരുടെ ജീവിതത്തിലെ സമാധാനം, സന്തോഷമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാലത്തിൽ നമ്മെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് സമാധാനം, സന്തോഷം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. പല ഭവനങ്ങളിലും ഇന്ന് വളരെയധികം ഭാരപ്പെടുകയാണ്. മക്കളെ കുറിച്ചുള്ള ഭാരം, കടഭാരമുള്ളതായ ആ വിഷയങ്ങളൊക്കെയും ജീവിതത്തിലുണ്ടെങ്കിലും സമാധാനമില്ലാതെ പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും പലരും ആത്മഹത്യയുടെ വക്കിലെത്തുകയും ചെയ്യുന്ന ഒരു കാലയളവാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ സന്തോഷമെന്ന്, സമാധാനമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദൈവം സമാധാനം നൽകി തരുവാൻ തക്കവണ്ണമാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഈ ലോകത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ അനേകരെ സൗഖ്യമാക്കുകയും അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു, മരിച്ചവരെ ഉയർപ്പിക്കുവാനും കർത്താവ് ഇടയാക്കി തീർത്തു. എന്നാൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുവാൻ, നമുക്ക് സമാധാനം നൽകി തരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവമാരെന്ന് നാം അറിയണം, ദൈവത്തെ വിശ്വസിക്കണം. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മിൽ വസിക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കും. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ആര് കർത്താവിന് വേണ്ടി ജീവിതം തുറന്നു കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇന്നും ശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ വിശ്വസിച്ച് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആദിമ മനുഷ്യരായ ആദാം ഹവ്വയിൽ കൂടി പാപം ലോകത്തിൽ കടന്നു വന്നു, ശാപം ലോകത്തിൽ കടന്നു വന്നു. അന്ന് മുതൽ സമാധാനം, സന്തോഷം നഷ്ടപ്പെട്ടു. പലരും രോഗികളും ഒക്കെയും ആകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ കർത്താവിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. നാം ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായും വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം.
ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവളുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല.